അപ്രതീക്ഷിതമായാണ് കേരള സൂപ്പർ ലീഗിന്റെ ഫൈനൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലെത്തിയത്. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഫൈനലിലേക്കുള്ള കണ്ണൂർ വാരിയേഴ്സിന്റെ വരവും. വെള്ളിയാഴ്ച വൈകിട്ട് 7:30 ഫൈനൽ മത്സരത്തിന്റെ പന്തുരുളുമ്പോൾ തൃശൂരിന് കണ്ണൂരിന്റെ 11 കളിക്കാരെ മാത്രമല്ല നേരിടേണ്ടി വരിക, ആർത്തിരമ്പുന്ന 20,000-ഓളം കാണികളെ കൂടിയായിരിക്കും. കണ്ണൂർ വാരിയേഴ്സ് FC സെമിഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരും ഗ്രൂപ്പിലെ ടോപ്പേഴ്സുമായ കാലിക്കറ്റ് FCയെ എതിരില്ലാതെ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് ഫൈനലിന് യോഗ്യത നേടിയത്. തൃശൂർ മാജിക് FC മലപ്പുറം FCയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഫൈനലിലേക്ക് ചുവടുവെച്ചത്. മികച്ച ഫോമിൽ തുടരുന്ന കണ്ണൂർ കക്കാട് സ്വദേശി മുഹമ്മദ് സിനാൻ തന്നെയാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ പ്രധാന ശക്തി കേന്ദ്രം. നിലവിൽ 10 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളും 2 അസിസ്റ്റും നേടി 21-കാരൻ ഏറ്റവും അധിക ഗോൾ നേടിയവരുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്തുണ്ട്. ഹോം മത്സരങ്ങളിൽ കണ്ണൂരിന് താളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതിരോധ നിരയാണ് നിരാശപ്പെടുത്തിയത്. എന്നാൽ എവേ മാച്ചുകളിൽ അവസാനം കളിച്ച 2 മത്സരങ്ങളിലും മികച്ച പ്രകടനമാണ് വാരിയേഴ്സ് കാഴ്ചവെച്ചത്. തന്ത്രങ്ങൾക്ക് മറുതന്ത്രവുമായി മുഖ്യ പരിശീലകൻ മാനുവൽ സാഞ്ചസ് ടീമിന് ഒപ്പം തന്നെയുണ്ട്. സ്വന്തം മൈതാനത്ത് നടക്കുന്ന ഫൈനലിൽ കളിച്ച 5 ഹോം മത്സരങ്ങളിൽ ഒരു വിജയം പോലും നേടാൻ കണ്ണൂരിന് കഴിഞ്ഞില്ല. അതിന് പ്രായശ്ചിത്തം എന്ന നിലയിൽ കപ്പ് തന്നെയാണ് ലക്ഷ്യമെന്ന് വാരിയേഴ്സ് ടീമും മാനേജ്മെന്റ് പ്രതിനിധികളും പറഞ്ഞു. We have played 5 matches here ahead of our people, and we can achieve the win for gift our fans. But if you analyze these matches, you can check that some of our performance was really bad, really poor, and I well aware about this. But another matches our performance was really good. So I believe in football you always have to think that the most important match is the next match, not the past. The past so far it doesn't matter. Of course, all the pressure we want to play, we want to be part of the game, but doesn't matter who plays tomorrow. The most important thing is to play who plays, give the best 100%, and the most important for tomorrow is to win the final. Doesn't matter who plays, doesn't matter who score. That's football, and it's what I wish. I don't wish to play tomorrow. I wish to win tomorrow. It's the only thing that I. കണ്ണൂർ ജയിക്കണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അവരുടെ ആരവം, അതിൽ നമ്മുടെ ടീമിന് ഒരുപാട് പ്രഷറുണ്ട്. ഇതിൽ ഈ കാണികളുടെ ആവേശത്തിനും ആരവത്തിനും. പക്ഷേ ടീം എല്ലാവിധം സജ്ജമായിട്ടുണ്ട്. ഫുൾ ടീമാണ് നമ്മൾ കളിക്കുന്നത്. ഒരു നല്ല ഫുട്ബോൾ നാളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂപ്പർ ലീഗിലെ മികച്ച ടീമുകളിൽ ഒന്നാണ് തൃശൂർ മാജിക് FC. ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്തായി ഫിനിഷ് ചെയ്തു. ലീഗിൽ ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയതും തൃശൂർ മാജിക്കാണ്. ആ പ്രതിരോധ കോട്ട തകർത്ത് വേണം കണ്ണൂരിന് കപ്പ് സ്വന്തമാക്കാൻ. മത്സരത്തിന് മുമ്പ് വർണ്ണാഭമായ കലാവിരുന്നും കരിമരുന്ന് പ്രയോഗവുമടക്കം ജവഹർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 5 മണി മുതൽ കാണികളെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കും. 6 മണി മുതൽ കലാവിരുന്ന് ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.